നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആംഗിൾ കംപ്രഷൻ മെമ്പർ ആണ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലെ ഒരു എക്സ് സെക്ഷന്റെ കംപ്രഷൻ കപ്പാസിറ്റി കോഡ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്തു. ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കോഡിങ്ങില് ഇക്വേഷൻസ് ഉണ്ട്. എന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ IS code IS 800 section 7 ആണ് ഡിസൈൻ ഓഫ് കംപ്രഷൻ മെമ്പേഴ്സ് എന്താ പറയുന്ന പോർഷൻ. Then we have the equations. The equations ഉണ്ട്, FCD find the equations ഉണ്ട്, lambda find the equations ഉണ്ട്. So ഈ equations ഉപയോഗിച്ച് നമുക്ക് FCD അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ് ഫൈൻഡ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇത്രയും ഈ ലാംഡ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ടേബിളർ വേ. സോ ടേബിൾസ് നോക്കിയിട്ട് കറസ്പോണ്ടിങ് ബക്ലിംഗ് ക്ലാസ് ഏതാണ്, KL/R റേഷ്യോ നോക്കിയിട്ട് കറസ്പോണ്ടിങ് yield stress ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ psi വാല്യൂ ഫൈൻഡ് ചെയ്യാം. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷനിൽ ഈ psi വാല്യൂ ഇക്വേഷൻ യൂസ് ചെയ്യാതെ തന്നെ ടേബിളിൽ നിന്ന് കിട്ടും. സോ ഇത് എല്ലാ കംപ്രഷൻ മെമ്പേഴ്സിനും കോമൺ ആണ്. ഇനി ആംഗിൾ സെക്ഷന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സ്റ്റീൽ ടേബിള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓപ്പൺ ചെയ്യണ്ട. സ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ആംഗിൾ സെക്ഷൻ ആണ്. സോ ഈ ആംഗിൾ സെക്ഷൻ ഇത് ശരിക്കും റോൾഡ് സ്റ്റീൽ ഈക്വൽ ആംഗിൾസ് ആണ്. ദാറ്റ് മീൻസ് രണ്ട് ലെഗും, ലെഗ് 1-നും ലെഗ് 2-ന്റെയും വിഡ്ത്ത് സെയിം ആണ്, തിക്നെസ് റോഡ് സെയിം ആണ്. സോ ഈ ഒരു ആംഗിൾ സെക്ഷൻ നമ്മൾ ലോഡ് ചെയ്യുന്നത് ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ജോയിന്റ് പോർഷനിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇവിടെയാണ് ഇതിന്റെ സെൻട്രോയിഡ് വരുന്നത്. സോ ഈ സെൻട്രോയിഡിലൂടെയാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുന്നേ ഉപയോഗിച്ച സെയിം സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നെ ആംഗിൾ കംപ്രഷൻ മെമ്പറിന്റെ കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സോ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഈ സെൻട്രോയിഡിൽ നിന്ന് മാറിയിട്ടാണെങ്കിൽ ഇതിന്റെ കേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമലി നമ്മള് ഇപ്പൊ നമുക്കൊരു പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് അറൌണ്ട് ദ സ്റ്റീൽ ആംഗിൾ. സോ നമുക്ക് ജോയിനിങ് കേസ് ഇവിടെ വരുന്നത്, ഇവിടെയാണ് പ്ലേറ്റും ഇവിടെയാണ് ആംഗിളും, ഇവിടെ നമ്മൾ ബോൾട്ട് വെച്ച് അല്ലെങ്കിൽ വെൽഡ് വെച്ച് ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ആംഗിളിന്റെ സെൻട്രോയിഡ് പാസ് ചെയ്യില്ല. ഓക്കെ, സോ എക്സെൻട്രിക് ആയിട്ടുള്ള ആംഗിൾസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതിന്റെ കറസ്പോണ്ടിങ് കോഡൽ ക്ലോസ് നോക്കാം. സോ 7.5 എടുക്കണം. 7.5 നമുക്കൊന്ന് റീഡ് ചെയ്യാം. സോ ഇറ്റ്സ് അബൌട്ട് ദ angle stud, that means angle compression member. The compression in single angles may be transferred either concentrically, centroid pass to the centroid through end gusset plate, or eccentrically by connecting one of its leg to a gusset or adjacent member. Appo ini when a single angle is concentrically loaded, the centroid കൂടിയാണ് അതിന്റെ നെറ്റ് ഫോഴ്സ് പാസ് ചെയ്യുന്നെങ്കിൽ the design strength may be evaluated by using 7.1.2. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ട ഇക്വേഷൻസ് ആണ്. അതായത് നമ്മൾ സോൾവ് ചെയ്ത ആ സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ചിട്ട് കോൺസെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ സെയിം തന്നെ യൂസ് ചെയ്യാം. ഇനി എക്സെൻട്രിക് ആയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും, അതാണ് നെക്സ്റ്റ് ക്ലോസ് വരുന്നത്. 7.5.1.2. സോ ബേസിക്കലി ലോഡഡ് ത്രൂ വൺ ലെഗ്. അപ്പൊ ഒറ്റൊരു ലെഗിൽ കൂടിയാണ് നമ്മുടെ കണക്ഷൻസ് പാസ് ചെയ്യുന്നതെങ്കിൽ ലോഡ് എക്സെൻട്രിക് ആയിരിക്കും. The flexural torsional buckling strength in single angle loaded in compression through one of its leg may be evaluated using the equivalent slenderness ratio lambda I. So എന്താണ് flexural torsional buckling? ഞാൻ പാരലൽ ഗൂഗിൾ ചെയ്യാം.
സോ ഓക്കെ, ഇതൊരു ആംഗിൾ കംപ്രഷൻ മെമ്പർ ആണ്. ഇത് വെർട്ടിക്കലി കംപ്രഷൻ ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇത് ശരിക്കും നോർമൽ കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ പ്യുവർ ആയിട്ട് ബെൻഡ് ചെയ്യും അല്ലെങ്കിൽ ബക്കിൾ ചെയ്യും ലെങ്ത് കൂടുതലാണെങ്കിൽ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് സെക്ഷനിൽ തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. യു ക്യാൻ സീ ഹിയർ ട്വിസ്റ്റിംഗ് ഓഫ് ദ ആംഗിൾ കംപ്രഷൻ മെമ്പർ. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നോർമൽ ആയിട്ടുള്ള എല്ലാ കംപ്രഷൻ മെമ്പേഴ്സും അതിന്റെ ലെങ്ത് അതിന്റെ ഹൈറ്റ് കുറവാണെങ്കിൽ പ്യുവർ ആയിട്ട് കംപ്രസ്ഡ് ആവും. ലെങ്ത് കൂടുന്തോറും ബക്ലിങ്ങിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ബക്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ആയിട്ട് എലോങ് ദ ലെങ്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ സെക്ഷൻ, അതായത് ഇങ്ങനെയുള്ള ആംഗിൾ സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സെക്ഷൻ ഒക്കെ ആകുമ്പോൾ ഇൻ അഡീഷൻ ടു ദ പ്യുവർ ബെൻഡിങ്, ഇങ്ങനെയുള്ള ഒരു ബെൻഡിങ്ങിന്റെ ഒപ്പം തന്നെ ഈ സെക്ഷൻ ട്വിസ്റ്റ് ചെയ്യും. നമ്മൾ ലൈക്ക് ഇപ്പൊ എളുപ്പം പറയുകയാണെങ്കിൽ നമ്മളൊരു തുണി ഇങ്ങനെ ലൈക്ക് പിഴിയുന്ന പോലെ, അതായത് അലോങ് ദ ക്രോസ് സെക്ഷൻ ഇറ്റ് വിൽ ഹാപ്പൻ ട്വിസ്റ്റിംഗ് എഫക്ട് ഓൾസോ. സോ ഈ ഒരു എഫക്ട് ഈ എക്സെൻട്രിക്കലി ലോഡഡ് ആയിട്ടുള്ള ആംഗിൾസിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എഫക്റ്റീവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് IS കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ടേബിൾ അല്ല യൂസ് ചെയ്യേണ്ടത്, പകരം ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. സോ ഐ എം ടു ദാറ്റ്. സോ ലാംഡ ഇ ഇസ് സ്ലെൻഡർനെസ് വാല്യൂ. സോ നമുക്ക് അറിയാം ലാംഡയുടെ വാല്യൂ KL/R ആയിരുന്നു ഇത്ര യൂസ് ചെയ്തത്. KL is the effective length by R is the radius of gyration. But in the case of these angles, lambda E has to be calculated by a different equation. So we see what is the equation. Lambda E is equal to root of K1 plus K2 into lambda VV square plus K3 into lambda phi square. So ഇതിൽ lambda VV യും lambda phi യും പുതിയ ടെർമിനോളജീസ് ആണ്. ഇത് നോക്കാം. വേർ K1, K2, K3 ഇക്വേഷനിലുള്ള K1 ഉം K2 ഉം K3 യും they are the constants depending upon the end condition as given in table 12. So നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ ടേബിൾ 12 end conditions നോക്കിയിട്ട് ഈ K1ന്റെയും K2ന്റെയും K3യുടെയും വാല്യൂസ് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യണം. പിന്നെ ഓക്കെ, ഇനി നമുക്ക് ലാംഡ VV എന്താണെന്ന് അറിയാം. ഓക്കെ, സോ നിങ്ങളുടെ IS കോഡ് അല്ലെങ്കിൽ സ്റ്റീൽ ടേബിളില് ഒന്ന് മാക്സിമൈസ് ചെയ്യുവാണെങ്കിൽ ഇത് ആംഗിൾ സെക്ഷൻ ആണ്. സോ ആംഗിൾ സെക്ഷന് ഡിഫറെന്റ് ആക്സിസ് ഉണ്ട്. അതായത് ഓക്കെ, ഒരു വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് ഇങ്ങനെ ഇത് YY, ഹൊറിസോണ്ടൽ XX, പിന്നെ ഈ ത്രൂ ദ വെർട്ടെക്സ്, അതായത് ഈ എഡ്ജ് കൂടി പാസ് ചെയ്യുന്നത് UU, അതേപോലെ UUന് പെർപെൻഡിക്കുലർ ആയിട്ട് VV ഉണ്ട്. ആംഗിൾ സെക്ഷൻസ് എപ്പോഴും XX-ലും അല്ലെങ്കിൽ YY-ലും സ്റ്റേബിൾ ആയിരിക്കും. ഇതില് കമ്പാരിറ്റീവ്ലി വീക്കർ ആക്സിസ് വരുന്നത് VV ആയിരിക്കും. ഓക്കെ, ഈ VV അബൌട്ട് ഈ ഒരു ആക്സിസ് VVയുടെ ബേസ് ചെയ്തായിരിക്കും എപ്പോഴും ആംഗിൾ ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ UU-ലായിരിക്കും. സോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് സ്ലെൻഡർനെസ് ബേസ്ഡ് ഓൺ ദ UU ആൻഡ് VV ആണ്. ഓക്കെ, സോ ലാംഡ VV ലാംഡ VV എന്ന് പറയുന്നത് നോക്കാം. ലാംഡ VV എന്ന് പറയുന്നത് ഇതാണ് ലാംഡ VV. സോ VV, സോ ഇവിടെ like leg 1 and leg 2 ഉണ്ട്. ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് there is a chance of bending over the VV. That's why we are finding for the lambda VV. Okay, so K1, K2, K3 find ചെയ്യണം. So lambda VV is equal to L by R VV divided by epsilon root of pi square epsilon by 250. അതേപോലെ ലാംഡ phi is equal to അതൊരു ന്യൂ ടൈം ആണ്, is equal to B1 plus B2, where B1 and B2 are the width of two legs of the angle by 2t, thickness of the angle, divided by epsilon times pi square. Actually ഈ ഇതിനുള്ളിലുള്ള റൂട്ടിനുള്ളിലുള്ളത് എപ്സിലോൺ അല്ല, അത് E ആണ്. ഈ IS കോഡിന് ഒരു എന്താ പറയുക, ഒരു മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു ഫോം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം.
അത് ശരിക്കും ഗൂഗിൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് IS 800 അമെൻമെന്റ്സ്. സോ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് IS 800 ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അവര് ഇത് കറക്റ്റ് ചെയ്യും. സോ നമ്മുടെ കേസ് വരുന്നത് ഇവിടെയാണ്, നിങ്ങൾക്ക് കാണാലോ. പേജ് 8 ക്ലോസ് 7.5.1.2 ലൈൻ ആൻഡ് ഫോർമുല. അതില് ഓക്കെ, ഇതാണ് കറക്റ്റഡ് വേ. അതായത് ഈ റൂട്ടിനുള്ളിലുള്ളത് പൈ സ്ക്വയർ ഇൻറ്റു ഇ ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ്. ഇറ്റ്സ് എ കറക്ഷൻ. സോ ഇവിടെയും ഇ ആണ്, അതേപോലെ ഇവിടെയും ഇ ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ്. സോ എൽ വി നോ സെന്റർ ടു സെന്റർ ലെങ്ത് ഓഫ് ദ സപ്പോർട്ടിംഗ് മെമ്പർ. RVV, ഇനി RVV ഫൈൻഡ് ചെയ്യണം. B1 B2 അറിയാം, ടി അറിയാം. എഫ്സിലോൺ ക്വസ്റ്റ്യനിലെ പോലെ F/250 തന്നെയാണെങ്കിൽ 1 വരും. ഡിപ്പെൻസ് ഓൺ ദ yield stress ഓഫ് ദ സ്റ്റീൽ. ഇനി എങ്ങനെയാണ് RVV ഫൈൻഡ് ചെയ്യേണ്ടത്? RVV ഫൈൻഡ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത് സ്റ്റീൽ ടേബിൾ ആണ്. സോ ഈ സ്റ്റീൽ ടേബിളില് നമ്മുടെ ഇപ്പൊ ഇവിടെ എടുക്കാം. ഇപ്പൊ ഏതെങ്കിലും ആംഗിൾ സെക്ഷൻ, ഇതില് ഈ കേസിലുള്ളത് ഈക്വൽ ആംഗിൾ ആണ്. ഈക്വൽ ആംഗിൾ കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ വരുന്നത് അൺഈക്വൽ ആംഗിൾസ് ആണ്. ഓക്കെ, അൺഈക്വൽ ആംഗിൾ. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏത് സ്റ്റീൽ സെക്ഷൻ ആണെന്ന് ചൂസ് ചെയ്യാം. ഏത് സ്റ്റീലാണ്, പിന്നെ തിക്നെസ് ഉണ്ട്. അപ്പൊ ഒരു പ്രത്യേക സ്റ്റീലിന് 3 mm തിക്നെസ്, 4 mm, 5, 6. ഇപ്പൊ നമുക്ക് ISI 50-30, അതായത് ഒരു ലെഗ് 50 mm ഒരു ലെഗ് 30 mm ആണ് അതിന്റെ വിഡ്ത്ത്. തിക്നെസ് 4 ആണെങ്കിൽ ഇതിലേക്ക് വരാം. എന്നിട്ട് ഇതിൽ നോക്കുക, നമുക്ക് ആവശ്യമുള്ളത് സെന്റർ ഓഫ് ഗ്രാവിറ്റി അടുത്ത പേജിൽ വരും. ഇത് ആക്ച്വലി കണ്ടിന്യൂഷൻ, അതായത് ഒരു ബിഗ് പേജ് ആണ്. ഇത് സ്കാൻ ചെയ്തപ്പോൾ ഹാഫ് ഓഫ് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ, ഇതിന്റെ നെക്സ്റ്റ് പേജ് ആണ് ശരിക്കും ഇതിൽ വരുന്നത്. അപ്പൊ നോക്കണം എങ്ങനെയാണെന്ന്. അപ്പൊ ഓൾമോസ്റ്റ് ഇതിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഡിഫിക്കൽറ്റി ഉണ്ട് സ്റ്റീൽ ടേബിളിൽ. അപ്പോൾ അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് RVV നോക്കുക. സോ RVV വാല്യൂ ഞാൻ ഇപ്പൊ അസ്യൂം ചെയ്യാണ്, ഇതാണ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 0.85. പറഞ്ഞ മനസ്സിലായില്ല എന്താന്നുള്ളത്? ഒരു വലിയ ഷീറ്റാണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആണ്, ഒറ്റ ടേബിളിലാണ് വരുന്നത്. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് RVV അറിയാം. Then we can apply the equation to find the lambda E. ഇനി lambda E കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഈ ഇക്വേഷൻ 7. സോ ഈ ഇക്വേഷൻ ഇല്ലേ, ലാംഡ ഇസ് ഈക്വൽ ടു, ഈ ലാംഡ എന്ന വാല്യൂവിനെയാണ് നമ്മൾ ലാംഡ ഇ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടത് ഫോർ ദ എക്സെൻട്രിക് ആംഗിൾ സെക്ഷൻ. ലാംഡ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫൈ ഒക്കെ നോർമലി ഫൈൻഡ് ചെയ്യുക. ഫൈയുടെ വാല്യൂ ഒക്കെ ആംഗിൾ സെക്ഷന്റെ ബക്ലിംഗ് ക്ലാസ് നോക്കുക. ബിക്കോസ് നമുക്ക് ഇവിടെ ബക്ലിംഗ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് നോക്കുക, ഇത് ആംഗിൾ സെക്ഷൻ ആണ്. അപ്പൊ ആംഗിൾ ഈക്വൽ ആയാലും അൺഈക്വൽ ആയാലും അത് ബക്ലിംഗ് ക്ലാസ് C ആയിരിക്കും. സോ പിന്നെ കാൽക്കുലേഷൻ ഒരേപോലെയാണ്. ബേസിക്കലി ലാംഡ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പുതിയ സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് FCD ഫൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇതില് കറസ്പോണ്ടിങ് C ആണ്. അപ്പൊ ആൽഫ എപ്പോഴും ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ 0.49 ആയിരിക്കും. ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ FCC എല്ലാം ഫൈ ഒക്കെ ഉൾപ്പെടെ കണ്ടുപിടിച്ചിട്ട് സൈ ഫൈൻഡ് ചെയ്തിട്ട് വി ക്യാൻ ഗെറ്റ് ദ കപ്പാസിറ്റി. നമുക്ക് പ്രോബ്ലം ചെയ്യാം, ഇറ്റ് ബി ക്ലിയർ ഫോർ. ലെഫ്റ്റ് സൈഡിൽ കോഡും വെക്കുന്നുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ ഈ ഒരു പോർഷൻ മാത്രം.
ഓക്കെ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക, റൈറ്റ് സൈഡിലെ PDF അതിലെ ക്വസ്റ്റ്യൻ നോക്കുക. ആൻ ISA, അതായത് ആൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ 100/100/6, അതായത് 100 ഒരു ലെഗിന്റെ വെടുത്ത്, അടുത്ത 100 ആണ്, അപ്പൊ അത് ഈക്വൽ ആംഗിൾ ആയി. by 6 mm, Fy is equal to 250 Newton/mm square is used as a strut in a truss. So trussile strut ആയിട്ട് യൂസ് ചെയ്യുന്നത്, strut എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ മെമ്പർ ആണ്. The length of the strut between the intersections at each end is 3 meter. അതായത് അതിന്റെ ടോട്ടൽ ലെങ്ത് പറയുന്നത് 3 meter ആണ്. Calculate the strength of the strut if 3 കേസസ് ഉണ്ട്. ഒരു കേസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ 2 bolt at each end. അതായത് ഒരു ഈ പറയുന്ന ആംഗിള് ഒരു കേസിൽ 2 എൻഡിലും 2 ബോൾട്ട് വെച്ച് കണ്ടിരിക്കുന്നു, ഒരു കേസിൽ 1 ബോൾട്ട് മാത്രം യൂസ് ചെയ്തിരിക്കുന്നു, ഒരു കേസിൽ വെൽഡിങ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ കേസസ് ശരിക്കും ഡിഫർ ചെയ്യുന്നത് ഈ K1, K2, K3 വാല്യൂ ഫൈൻഡ് ചെയ്യാൻ മാത്രമാണ്. ബിക്കോസ് K1, K2ലാണ് ഈ ഒരു സപ്പോർട്ട് കണ്ടീഷന്റെ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ആ 3 കേസും യൂസ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പത്തിലാണ് ഇങ്ങനെ 3 സബ് ഡിവിഷൻസ് ഉള്ളത്. ഓക്കെ, ബാക്ക് ടു ദി പ്രോബ്ലം. നോക്കുവാണെങ്കിൽ ഗിവൻ Fy ഈസ് ഈക്വൽ ടു 250 Newton/mm square തന്നിട്ടുണ്ട് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആംഗിൾ 100/100/6. ഇനി ഇത് R മിനിമം ഈക്വൽ ടു 19.5. ഇത് ശരിക്കും ഫൈൻഡ് ചെയ്യേണ്ടത് ഞാൻ തന്നിട്ടുള്ള സ്റ്റീലിന്റെ കോഡിലാണ്. ഇത് പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ISA 100/100/6 ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ ആംഗിളിലേക്ക് പോവാം. ഈക്വൽ ആംഗിളിലേക്ക് പോയി അതിന്റെ മുകളിൽ ഓക്കെ ഇതിൽ നോക്കുക, അതെ 100/100/6. അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെയാണ് ഏകദേശം നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5ാമത്തെ ഇതിന്റെ ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. 1, 2, 3, 4, 5 ഇതല്ലേ വാല്യൂ വരുന്നത്? വാല്യൂ വരുന്നത് RVV നോക്കുക 1.95. അത് സെന്റിമീറ്ററിലാണ്, കറക്റ്റ് ആണ്. നമുക്കിവിടെ വാല്യൂ ഉള്ളത് RVV സെന്റിമീറ്ററിലാണ്. അപ്പോ 19.5 mm. സോ അങ്ങനെയാണ് R മിനിമം ഈസ് ഈക്വൽ ടു 19.5 mm. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഇതിന് മുകളിലുണ്ടാവും. ഏരിയ 100/100/6 ആണെങ്കിൽ ഇതിന്റെ മുകളിൽ നോക്കുക, സെക്ഷണൽ ഏരിയ 3rd കോളം ആണ്, 11.67 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ നമുക്ക് mm സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 1167 mm സ്ക്വയർ. ഇത്ര ഓക്കെ അല്ലേ? റെസ്പോണ്ട് ചെയ്ത് ആരെങ്കിലും? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് ഈച്ച് എൻഡ് കണക്റ്റഡ് ബൈ 2 ബോൾട്ട്, 2 ബോൾട്ട് വെച്ചിട്ട് 2 എൻഡ് കണക്ട് ചെയ്യുന്ന കേസ്. അപ്പോൾ ക്ലോസ് 7.2.4 എടുത്ത് എഴുതിയിട്ടുണ്ട്, നമ്മുടെ കറസ്പോണ്ടിങ് ക്ലോസ് ആണത്. ഓക്കെ, ഇതിൽ പറയുന്നത് സിൻസ് IS 800/2007 since IS 800/2007 is silent about the effective length of single angle strut, നമ്മൾ അസ്യൂം ചെയ്യുന്ന എഫക്റ്റീവ് ലെങ്ത് 3 മീറ്റർ ആണ്. ഇനി കൺസിഡർ ദ എൻഡ്സ് ടു ബി ഫിക്സ്ഡ്. അതായത് ഇതിൽ നോക്കുക, ഈ ലെഫ്റ്റ് സൈഡിലെ PDF നോക്കുവാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് 2 ബോൾട്ട് ആണ് അല്ലെ? ഫസ്റ്റ് കേസിൽ ഇറ്റ് ഇസ് കണക്റ്റഡ് ബൈ 2 bolts അറ്റ് ദ എൻഡ് ആണ്. സോ ഇതാണ് കേസ് വരുന്നത്. 2 bolt ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് ഇമ്പോർട്ടൻറ്റ് ഗസറ്റ് പ്ലേറ്റിന്റെ കണക്ടിവിറ്റി. ഗസറ്റ് പ്ലേറ്റ് കണക്ടിവിറ്റി കൊണ്ട് ഫിക്സ്ഡ് ആണോ ഹിഞ്ച്ഡ് ആണോ ഇത് പ്രോപ്പർ ആയിട്ട് പറയാത്തതുകൊണ്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഗസറ്റ് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു ട്രസ്സില് കുറെ അധികം മെമ്പേഴ്സ് ഉണ്ടാവും, സ്റ്റീൽ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാ മെമ്പേഴ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ മെമ്പർ ആണ് ഗസറ്റ് പ്ലേറ്റ്. ഗസറ്റ് പ്ലേറ്റിലേക്കാണ് നമ്മളെല്ലാം ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും അറ്റാച്ച് ചെയ്യുന്നത്. സോ കൺസിഡർ ദ എൻഡ്സ് ടു ബി ഫിക്സ്ഡ്. ഫിക്സ്ഡ് കൺസിഡർ ചെയ്തിട്ട് വി ഹാവ് ദ ഈക്വലന്റ് സ്ലെൻഡർനെസ് റേഷ്യോ λ E is equal to
root of k1 plus k2 into lambda vv square plus k3 into lambda phi square. നമുക്കിനി k1 k2 k3 എടുത്ത് എഴുതണം. അതിന് മുന്നേ ആയിട്ട് ഓക്കെ ലാംഡ വി വി is equal to L by R VV. R VV നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 19.5 ആണ്. സോ 3000 ലെങ്ത് mm ഡിവൈഡ് ബൈ 19.5 all divided by 1 because എപ്സിലോണിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 250 ആണ് yield stress വരിക്കുന്നത്. 250 വരുമ്പോൾ എപ്സിലോൺ 250 divided by 250 all power 0.5. സോ നമുക്ക് എപ്സിലോണിന്റെ വാല്യൂ 1 ആണ്. 1 എടുത്ത് എഴുതിയിട്ടുണ്ട്. റൂട്ട് ഓഫ് പൈ സ്ക്വയർ ഇൻറ്റു 2 into 10 power 5 divided by 250. ഇത് കോൺസ്റ്റന്റ് ആണ്. സോ ലാംഡ വി വി is equal to 1.731. സിമിലർലി ലാംഡ ഫൈ is equal to നമുക്കറിയാം രണ്ട് ലെഗും 100 ആണ്. 100 plus 100 all divided by 2 into thickness is 6 divided by എപ്സിലോൺ 1 ആണ്. റൂട്ട് ഓഫ് പൈ സ്ക്വയർ ഇൻറ്റു 2 10 power 5 divided by 250. അപ്പൊ 0.1876. അപ്പൊ നമ്മൾ ലാംഡ വി വിയും ലാംഡ ഫൈയും സോൾവ് ചെയ്തു. അതിന് നമുക്ക് ഒരു കോൺസ്റ്റന്റിന്റെ സപ്പോർട്ട് കണ്ടീഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ സ്റ്റീൽ ടേബിൾ മാത്രം മതി ഫൈൻഡ് ചെയ്യാനായിട്ട്. ഇനി ഫ്രം ടേബിൾ 12 നമുക്ക് ഈ ലാംഡ ഈ ഫൈൻഡ് ചെയ്യാനായിട്ട് k1 k2 k3 വേണം. ഫ്രം ടേബിൾ 12 പേജ് 48 k1 is equal to 0.2. നമ്മൾ അസ്യൂം ചെയ്തത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആവുമ്പോൾ k1ന്റെ വാല്യൂ 0.2, k2ന്റെ വാല്യൂ 0.35, k3യുടെ വാല്യൂ 20. അത് എടുത്ത് എഴുതിയിട്ടുണ്ട്. k1 0.2, k2 0.35, k3 20. എന്നിട്ട് ലാംഡ ഈ ഫൈൻഡ് ചെയ്യാം. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ 0.2 plus 0.35 into 1.731 square plus 20 into 0.1876 square ചെയ്യുമ്പോൾ 1.397 കിട്ടും. അപ്പൊ നമുക്ക് ലാംഡ ഈ കിട്ടി. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് പോകുമ്പോ ഇനി റിപ്പീറ്റ് മുന്നേ ചെയ്തതിന്റെ അതേ പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് ലാംഡ ഈ കിട്ടിക്കഴിഞ്ഞു. ഇനി കുറയ്ക്കണം. ലെഫ്റ്റ് സൈഡിൽ കോൾഡ് നോക്കാം. നമ്മൾ ഈ ലാംഡ ആണ് ഫൈൻഡ് ചെയ്തത്. ലാംഡ ഇ ആയിരുന്നു ആംഗിൾ സെക്ഷന്റെ കേസിൽ എക്സെൻട്രിക്കൽ ഓർഡർ ആയതുകൊണ്ട്. ഇനി എഫ് സി ഡി ഈക്വൽ ടു ഇക്വേഷൻ FCD is equal to Fy by gamma m0 divided by 5 plus 5 square minus lambda square raised to 0.5. അപ്പൊ നമുക്ക് ലാംഡ കിട്ടി, ലാംഡ ഇ കിട്ടി. ഇനി 5 ഫൈൻഡ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. 0.5 into 1 plus alpha into lambda minus 0.2 plus lambda square. ഞാനിപ്പോ നമ്മൾ എടുത്ത് നോക്കിയിരുന്നു ആംഗിൾ സെക്ഷന്റെ ബക്ലിംഗ് ക്ലാസ് സി ആണെന്ന് കിട്ടിയിരുന്നു. അതിന്റെ വാല്യൂ 0.49 ആയിരുന്നു അല്ലെ? ആണ്. സോ ഫോർ ആംഗിൾ സെക്ഷൻ from table 10 buckling class C ആണ് കിട്ടി. is equal to 0.5 into 1 plus alpha into lambda minus 0.2 plus lambda square. Equation apply ചെയ്തിട്ട് 1.77 കിട്ടി 5 വാല്യൂ. പിന്നെ FCD വാല്യൂ ഓക്കെ FCD ഫൈൻഡ് ചെയ്യാനായിട്ട് ഇക്വേഷൻ 250 yield stress divided by 1.1 all divided by 5യുടെ വാല്യൂ 1.77 plus 1.77 minus 1.397. 1.397 എന്തായിരുന്നു? ലാംഡ ഇ ആയിരുന്നു. അത് ഇക്വേഷനിൽ ഉണ്ടല്ലോ. അപ്പൊ 79.55 കിട്ടും. നമ്മുടെ ഈൽഡ് സ്ട്രെസ് 250 ആണ്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും FCDയുടെ വാല്യൂ ഈൽഡ് സ്ട്രെസ്സിനേക്കാളും മുകളിലാകില്ല. അതൊരു ഡിസൈൻ ചെക്കാണ്. നിങ്ങൾ ചെയ്യുമ്പോഴും നോക്കണം. നിങ്ങളുടെ ശരി കിട്ടുന്നത് 250ക്ക് മേലെ ആണെങ്കിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 250 അല്ല, ഗിവൺ സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെസ്സിനേക്കാൾ ഒരിക്കലും FCD കൂടില്ല. ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് FCD into AE നമ്മൾ ഫൈൻഡ് ചെയ്ത ഏരിയ ഉണ്ട്. ഇവിടെ 1167 ഉണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ കംപ്രഷൻ സ്ട്രെങ്ത് കിട്ടും. ഇനി ഞാൻ പറഞ്ഞു ഈ കേസിൽ നമുക്ക് തന്നിട്ടില്ല, അതായത് ഗസൽ പ്ലേറ്റിന്റെ ആ ഒരു പ്രൊവൈഡ് ചെയ്ത ഫിക്സിറ്റി ഹിഞ്ചാണോ അല്ലെങ്കിൽ ഫിക്സിറ്റി തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതും എടുക്കുവാണ്, ഹിഞ്ചിനും കേസും കൂടി എടുക്കുവാണ്. ഇതാണ് കൺസിഡർ ദ എൻഡ്സ് ടു ബി ഹിഞ്ച് എടുക്കുന്നത്.
വാല്യൂസ് 0.7, 0.6, 5 ഒരു മുന്നേ എടുത്തതായിരുന്നു. ഇപ്പൊ നമ്മൾ ഇത് എടുക്കുവാണ്. പ്രൊവൈഡഡ് വി ആർ അസ്യൂമിംഗ് ദാറ്റ് ഗസറ്റ് കണക്ഷൻ ഈസ് ഹിഞ്ച്ഡ്. പിന്നെ സെയിം സ്റ്റെപ്പ് ആണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലാംഡ ഇ ഫൈൻഡ് ചെയ്യുക, 5 ഫൈൻഡ് ചെയ്യുക, കംപ്രസീവ് സ്ട്രെസ് ഫൈൻഡ് ചെയ്യുക, കിട്ടി. ഇനി അടുത്ത കേസ്, അതായത് എൻഡ് കണക്റ്റഡ് ബൈ എ സിംഗിൾ ബോൾട്ട്. അപ്പൊ ഈ കേസാണ്. ഈ കേസിലും ഇതേപോലത്തെ ഇഷ്യൂ ഉണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് ഗസറ്റ് പ്ലേറ്റ് ഫിക്സ്ഡ് ആണോ ഹിഞ്ച്ഡ് ആണോ എന്ന് പറയാത്തതുകൊണ്ട് രണ്ടും ചെയ്യണം. അതുകൊണ്ടാണ് ഇതിന് എ ഡിവിഷനും ബി ഡിവിഷനും വരുന്നത്. അപ്പൊ എയിൽ വരുമ്പോൾ കെ നോക്കാം, കെ വാല്യൂ. ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ 0.75, ഓക്കെ, 0.35, 20. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. പിന്നെ ഇവര് അഗെയിൻ ഫിക്സ്ഡ് അല്ല ഹിഞ്ചിൽ എടുത്തിട്ടുണ്ട്. ഹിഞ്ച് ആവുമ്പോൾ അഗെയിൻ വാല്യൂ 1.25, 0.5, പിന്നെ 60, K3. അങ്ങനെ അത് എടുത്തിട്ട് ലാംഡ ഇ ഫൈൻഡ് ചെയ്യുക, പിന്നെ എല്ലാം ചെയ്തിട്ട് പി ഡി ഫൈൻഡ് ചെയ്യുക. ഇനി ഒരു കേസ് പറഞ്ഞിട്ട് വെൽഡിംഗ് കണക്ഷൻ. അപ്പോൾ അത് എന്ന് വെച്ചാൽ വെൽഡ് ചെയ്യുവാണെങ്കിൽ ഗസറ്റ് പ്ലേറ്റിലേക്ക് ആംഗിൾ സെക്ഷൻ വെൽഡ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ആ കണക്ഷൻ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഈ ഫസ്റ്റ് കേസ് ആയിരിക്കും. ബോൾട്ടിന്റെ എണ്ണം 2ന് മേലെ പോലെ അസ്യൂം ചെയ്യാം, ബിക്കോസ് പെർഫെക്റ്റ്ലി ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ കേസ് തന്നെ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ മുന്നേ 92.8 ഫസ്റ്റത്തെ വാല്യൂ ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്ത 2 ബോൾട്ടും ഫിക്സഡ് കേസിന്റെ ആ സെയിം കപ്പാസിറ്റി തന്നെയാണ് വെൽഡ് ചെയ്താൽ കിട്ടുന്നത്. അതാണ് 92.83 എന്നത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 92.83. So, any doubts? No, sir. Clear അല്ലേ ഇത്? Yes, sir. അപ്പൊ ഞാൻ ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റീൽ ടേബിൾ കയ്യിൽ വെക്കണം, IS കോഡ് കയ്യിൽ വെക്കണം, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ഒന്ന് ലൊക്കേറ്റ് ചെയ്യണം എവിടെയൊക്കെയാണ് വാല്യൂസ് ഉള്ളതെന്ന് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഇതൊരു പ്രൊസീജിയർ ആണ്, ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടാവുന്നുള്ളൂ, വേറെ എറേഴ്സ് ഒന്നുമില്ല. ഓക്കെ അല്ലേ? Okay, sir. Okay, sir.